കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. എന്നാൽ ആ കുടുംബം കൂടിയപ്പോൾ ഒരു ഗ്രാമം തന്നെയായി മാറി. കിഴക്കൻ ഉഗാണ്ടയിലെ മുക്കിസ ഗ്രാമത്തിലുള്ള 70-കാരനായ മുസാ ഹസഹ്യ കസേറ വാർത്തകളിൽ ഇടം നേടിയത് അസാധാരണമായ കുടുംബത്തിൻ്റെ വലിപ്പം കൊണ്ടാണ്. 12 ഭാര്യമാരും 102 കുട്ടികളും 578 പേരക്കുട്ടികളും അടങ്ങുന്നതാണ് ഹസഹ്യയുടെ വിശാലമായ ഒരു കുടുംബം. 1972 17-ാം വയസ്സിൽ മുസാ ഹസഹ്യ ആദ്യ വിവാഹം കഴിക്കുന്നതിലൂടെ തുടങ്ങിയതാണ് ഈ ഉഗാണ്ടൻ കുടുംബത്തിൻ്റെ കഥ. ദശാബ്ദങ്ങളെ കൊണ്ട് ഒരു ചെറുഗ്രാമം തന്നെയായി മാറി അദ്ദേഹത്തിൻ്റെ കുടുംബം അതിവേഗം വികസിച്ചു. കന്നുകാലി വ്യാപാരിയും കശാപ്പുകാരനും എന്ന നിലയിൽ ആ നാട്ടിലെ ആകർഷകമായ പദവിയിലെത്തിയതോടെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം വികസിക്കാൻ തുടങ്ങിയത്. ഇന്ന് നമ്മളെല്ലാവരും അണുകുടുംബത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. അമ്മ, അച്ഛൻ, 1-2 കുട്ടികൾ. എന്നാൽ ഈയൊരു വാർത്ത ഏവരെയും കൗതുകമുണർത്തിയതാണ്. പല ഗ്രാമവാസികളും തങ്ങളുടെ പെൺമക്കളെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു നൽകി. ഉഗാണ്ടയിൽ ബഹുഭാര്യത്വം നിയമപരമായിരുന്നു. 1995 വരെ രാജ്യത്ത് ശൈശവ വിവാഹം ഔദ്യോഗികമായി നിരോധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ വിവാഹം തുടർന്നുകൊണ്ടേയിരുന്നു. ആദ്യ വിവാഹം കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞപ്പോൾ ഹസാഹ്യക്ക് ആദ്യ കുഞ്ഞ് പിറന്നു, സാന്ദ്ര നബൈവർ. ഇപ്പോൾ 70 വയസ്സായ ഹസാഹ്യയുടെ മക്കളുടെ പ്രായം 10-നും 50-നും ഇടയിലാണ് പ്രായം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ ഭാര്യയുടെ പ്രായം 35 വയസ്സും. ഒരേ സമയം അനുഗ്രഹവും ഭാരവുമാണ് ഇത്തരത്തിലൊരു വിശാല കുടുംബമെന്നാണ് ഹസഹ്യയുടെ ജീവിതം കൊണ്ട് വ്യക്തമാവുന്നത്. ഒരു ചെറു കുടുംബം തന്നെ പോറ്റിക്കൊണ്ടുപോകാൻ പെടാപ്പാട് പെടുന്നവരെയാണ് നമ്മൾ ഇന്നും കാണുന്നത്. ഭാര്യ, കുട്ടികൾ, അവരുടെ പഠനം, അവരുടെ ജീവിതം, ഇങ്ങനെ കണക്കുകൾ കൂടിക്കൂടി വരുന്നു. എന്നാൽ ഇവിടെ ഹസാഹ്യയുടെ കുടുംബം എന്ന് പറയുന്നത് നമുക്ക് ഒരു കൗതുകത്തിനപ്പുറം അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാനുള്ള ആഗ്രഹവും കൂടി ഉടലെടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിന് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്, എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും മക്കളുടെ പേരുകൾ മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളൂ എന്നാണ്. മറ്റു ചിലരുടെ പേരുകൾ എനിക്ക് അവരുടെ പേരുകൾ ഓർക്കാൻ പോലും കഴിയുന്നില്ല. തൻ്റെ മക്കളുടെ ജനന വിശദാംശങ്ങൾ അടങ്ങിയ പഴയ നോട്ട്ബുക്കുകൾ അരിച്ചു പെറുക്കുന്നതിനിടയിൽ ഹസഹ്യ സമ്മതിച്ചു. കുടുംബാംഗങ്ങളുടെ പേരും വിവരങ്ങളും സൂക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ സഹായിക്കുന്നുണ്ടെങ്കിൽ അവർക്കും പൂർണ്ണ വിവരങ്ങൾ നൽകാൻ കഴിയുന്നില്ല. വലിയ കുടുംബം ഉണ്ടായിരുന്നിട്ടും ഹസഹ്യയുടെ അവസ്ഥ അത്ര സുഖകരമായിരുന്നില്ല. ജീർണിച്ച ഒരു വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. വർഷങ്ങളുടെ അവഗണനയിൽ നിന്ന് മേൽക്കൂര തുരുമ്പിച്ചിരിക്കുന്നുണ്ട്. കൂടാതെ കുടുംബം സമീപ പ്രദേശത്ത് നിരവധി പുല്ല് മേഞ്ഞ മൺകുടിലുകളുമാണ് താമസിക്കുന്നത്. ഇത്രയും പേരെ ഒറ്റ വീട്ടിൽ താമസിപ്പിക്കാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ സമീപത്തായി നിരവധി പുല്ല് മേഞ്ഞ മൺകുടിലുകളിലാണ് താമസിപ്പിച്ചിട്ടുള്ളത്. വളർന്നുവരുന്ന കുടുംബത്തെ പോറ്റാൻ പര്യാപ്തമല്ല അദ്ദേഹത്തിൻ്റെ നിലവിലെ സ്ഥിതിയും. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.